നമസ്കാരം. SCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി CPI നേതാവ് കെ ഇസ്മായിൽ. പാർട്ടി നടപടി നേരിട്ടാലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ആവർത്തിച്ച് കെ ഇസ്മായിൽ. പാർട്ടി നടപടി അംഗീകരിക്കുന്നു. 70 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന താൻ CPI കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും കെ ഇസ്മായിൽ. CIT ചൂണ്ടിത്തൊഴിലാളികളുടെ ഭീഷണി ആരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾ കടകളടച്ച് ധർണ നടത്തി. യന്ത്രമുപയോഗിച്ചുള്ള കയറ്റിറക്കിനെതിരെ ഒരു സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിൽ തൊഴിലാളികൾ നടത്തുന്ന പന്തൽ കെട്ടി സമരം നിർഭാഗ്യകരമെന്ന് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. കാപ്പ പ്രകാരമുള്ള വിലക്ക് ലംഘിച്ചതിന് 2 പേർ കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മുണ്ടൂർ സ്വദേശികളായ കാർത്തിക്, പ്രതീഷ് എന്നിവർ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കേച്ചേരി ചിറനെല്ലൂർ സ്വദേശി യൂസഫ് അലി, മാടക്കത്തറ സ്വദേശി ഷമീർ സോനു എന്നിവർ. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 21 ചാക്ക് ഓലപ്പടക്കം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പടക്കം പിടിച്ചെടുത്ത് കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ വീട്ടുപറമ്പിലെ പുരയിടത്തിൽ നിന്ന്. പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഉൾപ്പെട്ട 21 ഗ്രാമീണ റോഡുകൾക്ക്. മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായെന്നും മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതി ഉടൻ പൂർത്തീകരിക്കുമെന്നും മുഹമ്മദ് ഹുസൈൻ MLA. എലപ്പള്ളി ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ. സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ 100 മണിക്കൂർ ഉപവാസം നടത്താനും തീരുമാനം. ചിറ്റൂർ റേഞ്ചിലുള്ള കള്ളുഷാപ്പുകളിലെ ലാബ് പരിശോധനാ ഫലത്തിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ. പരിശോധനാ ഫലത്തിൽ കപ്പ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ദുരൂഹമാണെന്നും അസോസിയേഷൻ. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം. ഡൽഹിയിൽ മാർച്ച് 27 നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം മലയോര പ്രചരണ ജാഥ. തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. പാലക്കാട്ട് DMOയെ ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഉപരോധ സമരം ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടറെ അടിയന്തരമായി നിയമിക്കുമെന്ന ഉറപ്പ് ലംഘിച്ചതിനെ തുടർന്ന് ഡോക്ടറെ നിയമിക്കാൻ സൂപ്രണ്ടിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നതായും നടപ്പിലാക്കാത്തതിൽ വിശദീകരണം ചോദിക്കുമെന്നും DMO ഡോക്ടർ KR വിദ്യ. വാർത്തകൾ വിശദമായി. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട CPI നേതാവ് കെ ഇസ്മായിൽ. പാർട്ടി നടപടി നേരിട്ടാലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ആവർത്തിച്ച കെ ഇസ്മായിൽ പാലക്കാട്ട് പ്രതികരിച്ചു. 70 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന താൻ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും കെ ഇസ്മായിൽ കൂട്ടിച്ചേർത്തു. ഞാൻ 10-70 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇവിടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് കൂടുതൽ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരിക്കുകയും ചോര ചിന്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പടുത്തുള്ളൊരു പാർട്ടിയാണ്. 10-70 കൊല്ലമായി ഞാൻ അതിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പാർട്ടിനായിരിക്കും. പാർട്ടിയിൽ മാറിവരുന്ന കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിലയില്ലാതെ തള്ളാൻ കഴിയില്ല. അതിനാൽ അംഗീകരിക്കുന്നു. തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ പ്രതികരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നടത്തുമെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. അത് പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എന്നുള്ള നിലയിൽ അതിന് ആ നിലയിലില്ലാതെ കാണാൻ കഴിയില്ല. പിന്നെ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് ഞാൻ പറയും. CPI നേതാവായ P. രാജുവിനെ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ പാർട്ടി നടപടിക്ക് വിധേയനാക്കിയതിൽ പാർട്ടിയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതാണ് CPIയിൽ നിന്ന് കെ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CIT ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്കെതിരെ കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കടകൾ അടച്ച് ധർണ സമരം നടത്തിയത്. വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധികൾ നേരിടുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാരോഗ്യ പ്രവണതകൾ നിർഭാഗ്യകരമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. യന്ത്രമുപയോഗിച്ച് സിമന്റ് ഇറക്കുന്നതിനെ ചൊല്ലി കുളപ്പുള്ളിയിലെ സിമന്റ് വ്യാപാരിയുമായുള്ള ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU തർക്കത്തെ തുടർന്ന്
സ്ഥാപനത്തിനു മുന്നിൽ തൊഴിലാളികൾ പന്തൽ കെട്ടി സമരം ആരംഭിച്ചതോടെയാണ് വ്യാപാരിക്ക് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്ത് വന്നത്. കടകൾ അടച്ചിട്ടായിരുന്നു കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ ധർണ. ഭീഷണികൾക്കു മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഇന്നത്തെ വ്യാപാരി സമൂഹമെന്നും വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ ഇതിന്റെ നിലനിൽപ്പിനായി സഹകരിക്കുന്നതിനു പകരം ഒരു സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളുടെ നീക്കം അങ്ങേയറ്റം നിന്ദ്യമാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. വലിയ തൊഴിലാളി സംഘടനയായ CITU കാര്യങ്ങൾ പഠിച്ച് പക്വമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ സഹോദരൻ ഞാനിതാ എൻ്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്താണ് കാരണം? ഈ ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണിക്ക് വഴങ്ങി എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, എൻ്റെ അഭിമാനത്തിന് വില പറയുന്ന, എനിക്ക് ജീവിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല, മരണമല്ലാതെ ഒരു പക്ഷേ എൻ്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ദയനീയമായി വിലപിക്കുമ്പോൾ ഈ കുളപ്പുള്ളിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു, അങ്ങനെ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളിൽ ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ, ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണിക്ക് മുൻപിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ കുളപ്പുള്ളിയിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാ നമ്മളിവിടെ യോഗം ചേരുന്നത്. ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ PP ഉമ്മർ സ്വാഗതം പറഞ്ഞു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുലൈമാൻ, ട്രഷറർ അഭിലാഷ്, ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജൂബി, കൂനത്തറ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ്, കൈലാട് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ, നെല്ലായ യൂണിറ്റ് പ്രസിഡന്റ് ഹാഷിം, വെള്ളിനേഴി യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എലപ്പള്ളി ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ. സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ 100 മണിക്കൂർ ഉപവാസം നടത്താൻ തീരുമാനിച്ചതായി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാഞ്ജുഷ് മാത്യൂസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എലപ്പുള്ളിയിലെ വിവാദ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ നേർക്കാഴ്ചയാണ്. ജനങ്ങളെയോ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയോ ഒട്ടും തന്നെ പരിഗണിക്കാതെ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ തികച്ചും ഏകപക്ഷീയമായി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായാണ് സ്വജനപക്ഷപാതപരമായി സർക്കാരും എക്സൈസും വ്യവസായ വകുപ്പ് മന്ത്രിമാരും അഴിമതിക്ക് കുടപിടിക്കുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ച് 5 സെന്റ് ഭൂമിയെങ്കിലും തരം മാറ്റിയെടുക്കൽ പ്രക്രിയയ്ക്ക് വളരെയധികം കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് 24 ഏക്കർ ഭൂമി ഫാക്ടറി നിർമ്മിക്കാൻ ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങുകയും അതിൽ 4 ഏക്കർ ഡാറ്റാ ബാങ്കിൽ പെടുകയും ചെയ്തിരിക്കുകയാണ്. വസ്തുത ഇതായിരിക്കെ സ്ഥലത്ത് വ്യവസായം ആരംഭിക്കാൻ അനുവാദം നൽകിയത് ഈ സർക്കാരിൻ്റെ കർഷകരോടുള്ള വിരുദ്ധ മനോഭാവത്തിൻ്റെ ഉദാഹരണമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് മലബാർ ഡിസ്റ്റിലറി പ്രവർത്തനം നിർത്തിയ മേഖലയിൽ ഇപ്പോഴും ഗ്രൗണ്ട് വാട്ടറും കിണർവെള്ളവും മലിനമാണ്. കെമിക്കലുകളും സ്പിരിറ്റും എഥനോളും ഉൾപ്പെടെ മറ്റ് മാലിന്യങ്ങളും ഈ മണ്ണിൽ കലരുന്നത് മണ്ണിൻ്റെ ഘടനയും ചുറ്റുവട്ടത്തുള്ള കൃഷികളെയും പ്രദേശത്തെയാകെയും പ്രതികൂലമായി ബാധിക്കും. എലപ്പുള്ളി പഞ്ചായത്തിൽ നിരവധിയായ കർഷകർ അവരുടെ ഉപജീവന മാർഗമായ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ ജലം ലഭിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ജലം റോ മെറ്റീരിയലായിട്ടുള്ള ഒരു കമ്പനിയുടെ അവിടെ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രമവിരുദ്ധമായാണ്, ചട്ടങ്ങൾ പാലിക്കാതെയാണ് നാളിതുവരെ ആ കമ്പനി അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു പ്രമുഖനായ മന്ത്രിയുടെ സഹായത്തോടുകൂടി നടക്കുന്നതെന്ന കാര്യവും എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് 24 ഏക്കർ ഭൂമിക്ക് നികുതി അടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം ആ നിയമം
നിലവിലുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ ഭൂരഹിതരായി വീട് വയ്ക്കുവാൻ ഭൂമിയില്ലാതെ പാലക്കാട് ജില്ലയിൽ തന്നെ എത്രയോ അധികം ജനങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഇതേ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ഭൂമി മിച്ചഭൂമിയായി പിടിച്ചെടുത്ത ചരിത്രവും പാലക്കാടുണ്ട്. കർഷകരോട് തികച്ചും മനുഷ്യത്വരഹിതവും മര്യാദയില്ലാത്തതുമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ അങ്ങേയറ്റം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനം. സമരത്തിന്റെ സൂചനയായി മാർച്ച് 22-ന് 100 മണിക്കൂർ ഉപവാസ സമരം ആരംഭിക്കും. വിളനാശവും വന്യമൃഗങ്ങളുടെ ആക്രമണവും ജലലഭ്യതയിലെ കുറവ് മൂലം കർഷകർ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ കർഷക വിരുദ്ധ നടപടികൾ മാത്രമേ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുള്ളൂവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. കർഷക വിരുദ്ധ നയങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങും വരെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് തീരുമാനമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യൂസും DCC പ്രസിഡന്റ് A. തങ്കപ്പനും വ്യക്തമാക്കി. കർഷക കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് B. ഇക്ബാൽ, സെക്രട്ടറി G. ശിവരാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളഭരണത്തിൽ മയക്കുമരുന്ന് മാഫിയകൾ അഴിഞ്ഞാടുകയാണെന്നും സർക്കാർ നോക്കുകുത്തിയാവുന്നുവെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ലഹരി മാഫിയക്കെതിരെ നടത്തിയ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേസുകളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ മാത്രം നമുക്കറിയാൻ കഴിയും കേരളത്തിലെ ഭീകരമായിട്ട് പിടിമുറുക്കിയിട്ടുള്ള ലഹരി മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനത്തെ സംബന്ധിച്ച്. 2008 കേവലം 500-ൽ താഴെ മാത്രം ഇത്തരത്തിലുള്ള കേസുകളുണ്ടായിരുന്ന കേരളത്തിൽ ഒറ്റപ്പാലം ടൗണിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, മേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, P. സത്യഭാമ, സിനി മനോജ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം നേതാക്കളായ A. സരൂപ്, KP. കൃഷ്ണകുമാർ, K. ബാലകുമാർ, MK. രാജശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടറെ അടിയന്തരമായി നിയമിക്കുമെന്ന ഉറപ്പ് ലംഘിച്ചതിനെ തുടർന്ന് DMOയെ ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. HMC മുഖാന്തരം ഡോക്ടറെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരുന്നതായും നടപ്പിലാക്കാത്തതിൽ താൻ വിശദീകരണം ചോദിക്കുമെന്നും DMO KR വിദ്യ പറഞ്ഞു. HNC മെമ്പർമാരുടെ അടക്കം പിന്തുണയോടുകൂടി ജില്ലാ ആശുപത്രിയിൽ നിരവധി സമരങ്ങൾ ഞങ്ങൾ ചെയ്തതാണ്. സൂപ്രണ്ടിന്റെ കോലം കത്തിക്കൽ വരെ ഞങ്ങൾ ചെയ്തു. ഇപ്പൊ നിലവിലെ സൂപ്രണ്ടില്ല അല്ലേ, അവരുടെ കോലം വരെ കത്തിച്ചു ഈ OP വിഷയത്തിലും അതുപോലെ തന്നെ സന്ദർശന സമയം വെട്ടിച്ചുരുക്കിയാലൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് സൂപ്രണ്ടിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് മേഡത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിഞ്ഞ യുവജന സംഘടന സമരം ചെയ്തത്. ഇപ്പൊ അതിലും പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യം. ഒരു ഡോക്ടറെ വെച്ച് ഡെയിലി OP കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? 120 DMOയുടെ ഉത്തരവ് നടപ്പിലാക്കാത്ത ആശുപത്രി സൂപ്രണ്ടിനെതിരെ വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകുമെന്ന് DMO. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ ഹൃദ്രോഗികളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഉപരോധ സമരത്തിലാണ് DMO നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ആരോഗ്യവകുപ്പ് കൈക്കൊള്ളുന്നത്. അധിക ഡോക്ടറെ നിയമിക്കാതിരിക്കുന്നതിനുള്ള പ്രതിഷേധം ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് OPയുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. എന്നാൽ സർജറിയുടെയും അടിയന്തര ചികിത്സയുടെയും കാര്യത്തിൽ പാലിക്കുന്ന മൗനം പാലക്കാട്ട് ജനതയോടുള്ള വഞ്ചനയാണ്. OP 80-ൽ നിന്ന് 120 ആക്കിയത് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കലാണെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, C നിഖിൽ, HMC അംഗങ്ങളായ ബോബൻ മട്ടുമന്ത, PK മാധവ വാര്യർ, മോഹൻ ബാബു, മണ്ഡലം പ്രസിഡന്റുമാരായ SM താഹ, S സേവ്യർ, രമേശ് പുത്തൂർ, അബു പാലക്കാടൻ, V ആറുമുഖൻ, A സലീം, നൌഫൽ കള്ളിക്കാട്, S സഞ്ജയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 3 വർഷമായി ജൽജീവൻ മിഷന്റെ ജലവിതരണവും കാത്തു നിൽക്കുകയാണ് കോട്ടായി പഞ്ചായത്തിലെ ജനങ്ങൾ. ജലവിതരണം എന്ന് തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 52 കോടി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. എന്ന് ജലവിതരണം നടത്തുമെന്നതിൽ പഞ്ചായത്ത് അധികൃതർക്കോ ജലജീവൻ മിഷൻ അധികൃതർക്കോ വ്യക്തതയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. 52.5 കോടി രൂപ ചെലവഴിച്ചാണ് കോട്ടായി പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് സമീപം സർക്കാർ മൃഗാശുപത്രി കോമ്പൗണ്ടിൽ കൂറ്റൻ ടാങ്ക് പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭാരതപ്പുഴയിൽ മുട്ടിക്കടവിൽ വലിയ കിണറും നിർമ്മിച്ചിട്ടുണ്ട്. വീടുകളിൽ വാട്ടർ കണക്ഷൻ എന്ന പേരിൽ പൈപ്പുകൾ സ്ഥാപിച്ചത് വർഷങ്ങളുടെ പഴക്കത്തിൽ നാശമായി തുടങ്ങിയിട്ടുണ്ട്. ജലവിതരണം എന്നുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉടനെ എന്ന മറുപടി വർഷങ്ങളായി തുടരുകയാണ്.
പൈപ്പുകൾ സ്ഥാപിക്കാനെന്ന പേരിൽ ഗ്രാമീണ റോഡുകളുടെ വശങ്ങളിൽ ചാലുകീറിയത് വലിയ ഗർത്തമായത് യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. റോഡിലെ വശങ്ങളിലെ ചാലുകീറിയതിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പിയിൽ ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കാൻ 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉൾപ്പെടെ 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായെന്നും മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതി ഉടൻ പൂർത്തീകരിക്കുമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 6 കോടി രൂപയാണ് വകയിരുത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. MLA നിർദ്ദേശം നൽകിയ റോഡുകൾക്കാണിത്. പട്ടാമ്പി മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ പുനർനിർമ്മാണം ഏതാണ്ട് 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളുടെ പുനർനിർമ്മാണത്തിന് മതിയായ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈനുകൾ കടന്നുപോയതിനാൽ ഗ്രാമീണ റോഡുകൾ തകർന്നത് വളരെയേറെ യാത്രാക്ലേശം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ 21 റോഡുകൾക്ക് ഭരണാനുമതി ലഭിച്ചത് ഏറെ ആശ്വാസകരമാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതിയും പ്രവൃത്തികളുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചിറ്റൂർ റേഞ്ചിലുള്ള കള്ളുഷാപ്പുകളിലെ ലാബ് പരിശോധനാ ഫലത്തിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ. CPM അനുഭാവികൾ നടത്തുന്ന ഷാപ്പുകളിൽ മാത്രം പരിശോധന നടത്തുകയും പരിശോധനാ ഫലത്തിൽ കപ്പ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തത് ദുരൂഹമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിറ്റൂർ റേഞ്ചിന് കീഴിലെ ഷാപ്പുകളിലെ കള്ളിൽ കഫ് സിറപ്പിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് 10ലധികം ഷാപ്പുകളാണ് അടച്ചുപൂട്ടിയത്. പരമ്പരാഗത വ്യവസായമായ കള്ളു വ്യവസായം പ്രതിസന്ധിയെ നേരിടുമ്പോഴും പ്രകൃതിദത്തമായ ശുദ്ധമായ കള്ളും രുചികരമായ ഭക്ഷണവും വൃത്തിയുള്ള കള്ളുഷാപ്പുകളിലൂടെ വിതരണം ചെയ്ത് വ്യവസായത്തെ സംരക്ഷിച്ചു നിർത്താനാണ് ലൈസൻസുകൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ലാബ് റിപ്പോർട്ടിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നതായി സംശയിക്കുകയാണ്. ഇപ്പോൾ അടച്ചുപൂട്ടിയ കള്ളുഷാപ്പുകളിൽ പലതവണ എക്സൈസ് മൊബൈൽ ലാബ് പരിശോധന നടത്തിയിട്ടുള്ളതും യാതൊരുവിധ മായവും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതുമാണ്. ചിറ്റൂരിൽ തൊഴിലാളി യൂണിയനുകൾ തമ്മിൽ തർക്കം നിലവിലുണ്ട്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഷാപ്പുടമകളുടെ ഷാപ്പുകളിൽ മാത്രം ലാബ് റിസൾട്ടിൽ കഫ് സിറപ്പിൻ്റെ അംശം കണ്ടെത്തിയെന്നത് സംശയാസ്പദമാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഒരു സാമ്പിൾ പരിശോധനയ്ക്കായും ഒരു സാമ്പിൾ ഉദ്യോഗസ്ഥൻ്റെ കൈവശവും ഒരു സാമ്പിൾ ലൈസൻസിക്കും കൈവശം വയ്ക്കുക എന്നതായിരുന്നു മുൻ രീതി. ലൈസൻസുകളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ലഭിക്കുന്ന മുൻ രീതി തുടരണമെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇപ്പോൾ പ്രതിക്കൂട്ടിലായ ഷാപ്പുടമകൾ പലരും സ്വന്തമായി തോട്ടം പാട്ടത്തിനെടുത്ത് തൊഴിലാളികളെ വെച്ച് ചെത്തി നേരിട്ട് ഷാപ്പിൽ വിതരണം ചെയ്യുന്നവരാണ്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ച് ലാബ് റിപ്പോർട്ടിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. എത്ര സ്ട്രെങ്ത് ഉണ്ടാവും ഒരു കപ്പ് സിറപ്പിൽ? ഈ ബനാന കാണുന്ന കപ്പ് സിറപ്പിൽ എത്ര ഡിഗ്രി സ്ട്രെങ്ത് ഉണ്ടാവും? സെഡറ്റീവാണ്, ശരി. ഞങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ടെസ്റ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷാപ്പ് നഷ്ടപ്പെടും. അതെ, ശുദ്ധമായ കള്ളഞ്ഞി ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കള്ളുണ്ട്. കള്ള് ചെരിച്ച് കളയാണ്. അല്ല, എങ്ങനെയാണ് പറയൂ, എന്താണ് ബന്ധം? എന്താണ് പറയൂ, എന്ത് മായം ചേർത്തെന്ന് പറയും. ഞങ്ങളിവിടെ ഞങ്ങളുടെ നിർദ്ദേശം തന്നെ അസോസിയേഷൻ്റെ മായം ചേർക്കരുത്, സ്പിരിറ്റ് പോലുള്ള സാധനങ്ങൾ ചേർക്കരുത്. പിന്നെ ആരെങ്കിലും ചേർത്തു എന്ന് അറിഞ്ഞാൽ അയാളെ ഞങ്ങളുടെ അസോസിയേഷനിൽ ഇത് പുറത്താക്കും. അത്രേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇവിടെ പാലക്കാട് ഒരു ഗ്രൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ട്. 10 ലിറ്റർ, 12 ലിറ്റർ, 25 ലിറ്റർ. ഇവർ പറയണ 5 തൊഴിലാളിനെ വെച്ചാൽ ഒരു തൊഴിലാളി മിനിമം ഒരു 20 ലിറ്റർ കള്ളളക്കും. അപ്പം 5 തൊഴിലാളിയായ 100 ലിറ്റർ കള്ള
തൊഴിലാളി കൊണ്ടുവന്ന് അവന് പൈസ കൊടുത്തിട്ട് 30 ലിറ്റർ വിറ്റിട്ട് ബാക്കി ഞങ്ങൾ ചെരിച്ച് കളയേ? ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള തൊഴിലാളിയെ ഞങ്ങൾ വയ്ക്കുള്ളൂ. മനസ്സിലായോ? ഞങ്ങൾക്കിപ്പോൾ നിങ്ങളായാലും ഒരു വ്യവസായം നടത്തുമ്പോൾ ഒരാൾ ജോലിക്ക് വെക്കേണ്ടടുത്ത് 10 ആളെ ജോലിക്ക് വെക്കില്ലല്ലോ. ഇതൊക്കെ ഇവരുടെ നാട്ടിൽ ഇത് തൊഴിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ചിറ്റൂരിലെ യൂണിയൻ നേതാക്കൾ ചെയ്യുന്ന പണിയാണ്. ജില്ലാ സെക്രട്ടറി കെ ഭഗീരഥൻ, ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ, ട്രഷറർ വി മുരളീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ തൊഴിലാളി വർഗത്തെയും അപമാനിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CIT ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ചിന് ശേഷം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ് കേരള എന്നുള്ള വ്യവസായ സംരംഭം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായി നടപ്പിലാക്കിയിട്ടുള്ള ആ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ 2 ലക്ഷം കോടി രൂപയുടെ വ്യവസായ സംരംഭമാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു അഭിപ്രായത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? എന്തെങ്കിലും നമ്മുടെ കേരളത്തിലെ വ്യവസായ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുന്നത്. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് A ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി K ഗംഗാധരൻ, CC രാജൻ, K റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാപ്പ പ്രകാരമുള്ള വിലക്ക് ലംഘിച്ചതിനെ തുടർന്ന് 2 പേർ കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. മുണ്ടൂർ സ്വദേശികളായ 34 വയസ്സുള്ള കാർത്തിക്, 37 വയസ്സുള്ള പ്രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരുടെ അറസ്റ്റ്. 2024 ഒക്ടോബർ മാസത്തിൽ പാലക്കാട് ഡിവിഷൻ ഒലവക്കോട് റേഞ്ചിൽ ഞാറക്കോട് കോർമ എന്ന സ്ഥലത്തുള്ള ഫോറസ്റ്റ് വക കാട്ടാന പ്രതിരോധ സൗരോർജ്ജ വേലിയുടെ സ്രോതസ്സായി സ്ഥാപിച്ചിരുന്ന ബാറ്ററികൾ മോഷണം നടത്തിയ കേസിൽ പ്രതികളായതിനെ തുടർന്നാണ് ഇരുവർക്കെതിരെയും കാപ്പ നടപടികൾ ചുമത്തിയത്. ഇരുവരും ജില്ലയിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിരുദ്ധത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് നടപടികൾ സ്വീകരിച്ചത്. മുണ്ടൂർ ഒടുവൻകാട് പൊട്ടുപാറയ്ക്കൽ വീട്ടിൽ 37 വയസ്സുള്ള പ്രതീഷ്, മുണ്ടൂർ പെരിയാനി കവിതാ നിവാസിൽ 34 വയസ്സുള്ള കാർത്തിക് എന്നിവരാണ് കാപ്പ പ്രകാരമുള്ള വിലക്ക് ലംഘിച്ചതിന് അറസ്റ്റിലായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ SHO സുജിത് കുമാർ, സബ് ഇൻസ്പെക്ടർ വിവേക്, SI മകേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ നിരവധി ആളുകളിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് കേച്ചേരി ചിറനെല്ലൂർ പുത്തൻപീടികയിൽ യൂസഫ് അലി, മാടക്കത്ര സൂര്യനഗറിൽ റായ്മരിക്കാർ വീട്ടിൽ ഷമീർ സോനു എന്നിവരാണ് അറസ്റ്റിലായത്. യൂറോപ്യൻ രാജ്യങ്ങളായ ജോർജിയ, ബൾഗേറിയ, റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്യുകയും വലിയ തുക നിരവധി ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ചിലർക്ക് വിസിറ്റ് വിസ മാത്രം അനുവദിക്കുകയും ചെയ്തു. വിസയ്ക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ട എറണാകുളം കൈപ്പത്തൂർ സ്വദേശി ദീപകിന്റെ പരാതി പ്രകാരമാണ് പോലീസ് അന്വേഷണം നടത്തി 2 പേരെ അറസ്റ്റ് ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകളെ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്ക് പിന്നിൽ വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കുന്നംകുളം SHO UK ഷാജഹാൻ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എരുമ്പട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 21 ചാക്ക് ഓലപ്പടക്കം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ വീട്ടുപറമ്പിലെ പുരയിടത്തിൽ നിന്നാണ് ചാക്കുകളാക്കി പടക്കം സൂക്ഷിച്ചത്.
3 മാസം മുമ്പ് ഇവിടെ നിന്ന് വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് സുന്ദരാക്ഷൻ ഓലപ്പടക്കം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. വിഷുവിന് വിൽപ്പന നടത്തുവാനാണ് ഓലപ്പടക്കം സൂക്ഷിച്ചിരുന്നതെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്പെക്ടർ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. സുന്ദരാക്ഷനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. എസ്ഐമാരായ PS സുമൻ, PV പ്രദീപ്, പോലീസ് ഓഫീസർമാരായ K സഗുൺ, സുബിൻ സുധി, മനു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് പാലക്കാട് ജില്ലയിലെ ക്ലബ്ബുകളെ സഹകരണത്തോടെ സൗജന്യമായി കൃത്രിമ കാലുകൾ വെച്ച് നൽകും. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്യാമ്പുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇംഗ്ലണ്ടിലെ ഹോൾവർഹാംപ്ടൺ റോട്ടറി ക്ലബ്ബും തൃശൂർ റോട്ടറി ക്ലബ്ബും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് ഏരിയയിലെ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സൗജന്യമായി കൃത്രിമക്കാലുകൾ വച്ച് നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്യാമ്പുകൾ നടത്തും. മുൻഗണനാക്രമത്തിൽ വരുന്ന 100 പേർക്കാണ് സൗജന്യ സേവനം ലഭ്യമാക്കുക. കൃത്രിമക്കാലുകൾ ആവശ്യമുള്ള വ്യക്തികൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം അപേക്ഷിക്കണം. 6282525694 7559920017 9605547899 എന്നീ നമ്പറുകളിലാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി വിളിക്കേണ്ടത്. ഇംഗ്ലണ്ടിലുള്ള ഓവർഹാംപ്ടൺ റോട്ടറി ചേർന്നിട്ട് നമ്മൾ 500 കൃത്രിമ കാലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് മൂവാറ്റുപുഴ, ഒന്ന് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് നിന്നുണ്ട്. പാലക്കാട് നമുക്ക് ഒറ്റപ്പാലത്തിനാണ് നമുക്ക് അത് ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് കോയമ്പത്തൂരാണ്. നമ്മൾ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ നമ്മൾ 100 പേർക്ക് സൗജന്യമായിട്ട് കൃത്രിമ കാല് വെച്ച് കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം ആൾക്കാരിൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് 6 മാസമെങ്കിലും കഴിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിർബന്ധം. എന്നാലാണ് ആ മുറിവ് ഉണങ്ങുള്ളൂ. അതിനുശേഷം എല്ലാവർക്കും കംപ്ലൈൻറ്റ് മാക്സിമം അതൊരു ആധാറിൻ്റെ ഒരു കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ടെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും. ആദ്യം വരുന്ന 100 പേർക്കാണ് നമ്മൾ നോക്കുന്നത്. സുനിൽ അമ്മാത്ത്, AK ഹരീന്ദ്രനാഥൻ, R മധുസൂദനൻ, K രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഫോറം ഓഫ് കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സ് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 12ാം ദിവസം പിന്നിടുന്നു. 12ാം ദിനത്തിലെ സമരപരിപാടികൾ AKGCRT നേതാവ് പ്രൊഫസർ ചിത്ര ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം S ഗോപകുമാർ, KP അച്യുതൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. അതിലോകരമ്യ ചേഷ്ടിതൻ പദദൈവ പാശവേഷ്ടിതൻ അതിലോകരമ്യ ചേഷ്ടിതൻ പദദൈവ പാശവേഷ്ടിതൻ കലനാശയാദീക്ഷിതൻ അനുപേക്ഷണീയൻ കലനാശനയനാഗദീക്ഷിതൻ അനുപേക്ഷണീയ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ മേജർ ഡോക്ടർ O വേണുഗോപാൽ അവാർഡ് ദാനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന മേജർ ഡോക്ടർ O വേണുഗോപാൽ അവാർഡ് ദാനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ വൈഫിൻ്റെ തൃശ്ശൂർ ലേഡീസ് ഉണ്ട്. എൻ്റെ വൈഫ് കാലത്ത് പറയാം, വേണു സാറ് എൻ്റെ അമ്മാവൻ്റെ ആരൊക്കെയാണെന്ന് പറഞ്ഞത്. എനിക്ക് കണ്ടറിയില്ല. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് മനസ്സിലാവുന്നതാണ് മനസ്സിൽ പറയണ്ടായി. എനിക്കൊരാണ്ട് ആ ഫുഡ് സ്റ്റെപ്സ് ഉണ്ട് സാറിൻ്റെ. അപ്പം പറഞ്ഞു അത് ഫോളോ ചെയ്യാം. നമുക്കിവിടെ കുറച്ച് നമ്മളെ ഓർക്കുന്ന കലായിരിക്കും. നമ്മൾ പോയാലും ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഇവിടെ മുന്നേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം NCCയിലെ ഒരു അന്നും പറയാനായിട്ട് നമുക്ക് വേഴ്സാറ് മാത്രമേ ഉള്ളൂ. അന്നൊക്കെ പറഞ്ഞു വേഴ്സാറ് വേ ഓഫ് കണ്ടക്ടിങ് പ്രോഗ്രാംസ് ഒക്കെ. ഇപ്പോൾ സാർ വളരെ ഭംഗി നടത്തുന്നതൊക്കെ
അപ്പോൾ കോമേഴ്സ് എല്ലാ ചെയ്യുന്ന സാർ എല്ലാവരും രണ്ടുപേർ തന്നെ. ചടങ്ങിൽ കോമേഴ്സ് വിഭാഗം മേധാവി VK മുരളീധരൻ അധ്യക്ഷനായി. ഡോക്ടർ HK സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി, റോസിന, ഡോക്ടർ പ്രമോദ്, ഡോക്ടർ ബിന്ദുമോനൻ, രാഹുൽ വേണുഗോപാൽ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നന്ദകിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ MCom, BCom, BBA യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ക്യാഷ് അവാർഡും മൊമന്റോയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ മാർച്ച് 27 പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മലയോര ജാഥയ്ക്ക് കിള്ളിമംഗലത്തെ സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചാരത്താണ് ജാഥ നയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഷാജി ആനിത്തോട്ടം, ബിജു ആന്റണി, ജോളി അഗസ്റ്റിൻ, റജില മംഗലത്ത്, സജി ജോസഫ്, മുരളി വരവൂർ, സുരേഷ് മുള്ളൂർക്കര, ശ്രീധരൻ, ഗോപി, ലിജിൻ, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സംരക്ഷിക്കുക, മനുഷ്യജീവനെ സംരക്ഷിക്കുക, കാർഷിക മേഖലകളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1972 വന സംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്നും മുന്നോട്ട് വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് എം പ്രസ്ഥാനം കാർഷിക മേഖലകളിൽ വിലത്തകർച്ച ഉണ്ടാകുമ്പോൾ, കാർഷിക മേഖലകളിൽ അതിഗുരുതരമായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഈ മാസം 25 നടക്കുന്ന മണ്ണൂർ കൈമക്കുന്നത്തുകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി മണ്ണൂർ കമ്പനിപ്പടി ഭഗവതി വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മെഗാ ഗാനമേളയോടുകൂടിയായിരുന്നു തുടക്കം. തുടർന്ന് കമ്പനിപ്പടി വേലാഘോഷ കമ്മിറ്റിയുടെ അതിഗംഭീര ദേശക്കുത്തും ഉണ്ടായി. വേലാഘോഷ പരിപാടികൾ സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. എനിക്കിവിടെ വരാൻ പറ്റി. ഇക്കുറിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വിളിച്ചു. അത് ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയോടുകൂടി തന്നെ സ്വീകരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. വളരെ ജനങ്ങൾ പങ്കെടുക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ഗാനമേള ആവാറിൻ്റെ എല്ലാ വർഷവും ഇത്. സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള സംഗീതമാണെങ്കിലും ഏറ്റവും അധികം ആൾക്കാർക്ക് അത് ആസ്വാദ്യമാകുമെങ്കിൽ അത് തന്നെയാണ് സംഗീതത്തിന് നിർവചനം. PC പ്രീതത്ത് അധ്യക്ഷത വഹിച്ചു. സംഘാടകരായ PT കൃഷ്ണനുണ്ണി, TK മണി, VM മോഹനൻ, പ്രമോദ്, TL രതീഷ്, ജ്യോതിഷ്, റിയാസ്, VL ബാബു, TK വാസു എന്നിവർ സംസാരിച്ചു. 25-നാണ് താലപ്പൊലി. ഇരട്ടക്കാള, വണ്ടിവേഷം, താളമേളങ്ങളും ഭഗവതി വേലാഘോഷ കമ്മിറ്റി വേല ദിവസം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SC/ST OBC ഗ്രാൻഡിലെ തട്ടിപ്പും അഴിമതിയും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അന്വേഷിച്ച നടപടി എടുക്കാമെന്ന പ്രിൻസിപ്പലിന്റെ ഉറപ്പിനെ തുടർന്നാണ് പിന്നീട് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് കോളേജ് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. NSS കോളേജിൽ SC/ST OBC വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് ഫണ്ടിൽ 56 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അഴിമതിയിൽ സമഗ്ര അന്വേഷണവും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു SFIയുടെ സമരം. SFI ഉന്നയിച്ച വിഷയങ്ങളെല്ലാം കോളേജ് അധികാരികൾ അംഗീകരിച്ചതോടെയാണ് മണിക്കൂറുകൾ നീണ്ട സമരം അവസാനിപ്പിച്ചത്.
തട്ടിപ്പ് നടത്തിയ 2 ക്ലർക്കുമാരെ സസ്പെൻഡ് ചെയ്തെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കോളേജ് പ്രിൻസിപ്പാൾ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗ ഫണ്ടിൽ നടന്ന തട്ടിപ്പ് മൂടിവെക്കാൻ കോളേജ് അധികൃതർ ആവത് ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ പരാതി വ്യാപകമായതോടെ വിഷയം SFI ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗാനമേളയ്ക്ക് പോകാൻ അനുവാദം ലഭിക്കാത്ത മനോവിഷമത്തിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി. മണ്ണൂർ കൊറ്റക്കുളങ്ങര ഗീതാനിവാസിൽ ജ്യോതിഷിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീഹരിയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സമീപത്ത് കൈമക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഗാനമേള കാണാൻ അച്ഛനോട് ഫോണിൽ സമ്മതം ചോദിച്ചിരുന്നു അത്രേ. പരീക്ഷ സമയമായതിനാൽ ഗാനമേള കാണാൻ പോകേണ്ട എന്നാണത്രേ അച്ഛൻ മറുപടി പറഞ്ഞത്. ഇതേ തുടർന്നുള്ള മനോവിഷമമാണത്രേ ആത്മഹത്യയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. സംഭവ സമയം അച്ഛമ്മ സത്യഭാമ നേദ്യാർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ ജ്യോതിഷും അമ്മ ശശികലയും ഇവർ തന്നെ നടത്തുന്ന പത്തിരിപ്പാലയിലെ സത്യാലാബിലായിരുന്നു. ശ്രീഹരി വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ വിളിച്ചു വരുത്തി കതക് തുറന്നപ്പോഴായിരുന്നു മുറിക്കകത്ത് തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പറളി ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഹരി. ശശികലയാണ് മാതാവ്. ഏക സഹോദരി ശ്രീവാണി ഡിഗ്രി വിദ്യാർത്ഥിയാണ്. മങ്കര പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പുതിയ അടുക്കളയും ഡൈനിങ് ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചു. സൂപ്രണ്ട് പ്രസാദ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് രാമദാസ് മൈലങ്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ സൂപ്രണ്ട് ജയലക്ഷ്മി കുരിയക്കോട്ട് മുഖ്യാതിഥിയായിരുന്നു. 12 ഡെസ്കുകളും ബെഞ്ചുകളും സ്കൂൾ അലുമിനി അസോസിയേഷൻ സംഭാവന ചെയ്തു. അലുമിനി പ്രസിഡന്റ് CP രാമൻ, ജയൻ C പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി സ്വാഗതവും നൂൺ മീൽ ഇൻചാർജ് ഷിമിൽ P ജോൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള കാറ്ററിംഗ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ചെറുതുരുത്തിയിൽ നടന്നു. അപ്പോൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, PA അസീസ്, ശശി ആതിഥേയ, സുരേഷ് മോഡേൺ, ഇന്ത്യ സഫ്രോൺ, റഷീദ് സഖാഫി വെട്ടിക്കാട്ടിരി എന്നിവർ സംസാരിച്ചു. AKCA എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമുള്ള നിങ്ങളിലുള്ള വ്യത്യാസം അത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നമുക്ക് തുറന്ന് പ്രവർത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ അത് ഏത് തലത്തിലെത്തിയിട്ടായാലും സാധിച്ചു തരാനും ഒരു കുടുംബം പോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഘടന ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജാതീയമായോ മതപരമായോ ഉള്ള വിശ്വാസങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന സംഘടന ഉണ്ടായിരിക്കാം. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് TV ചന്ദ്രബോസ്, ജനറൽ സെക്രട്ടറി ഗഫൂർ ആറ്റൂർ, ട്രഷറർ PM അസീസ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പുലാമന്തോൾ ചെമ്മലശ്ശേരി കിള്ളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരാഘോഷം മാർച്ച് 23 ഞായറാഴ്ച ആഘോഷിക്കും. ഇതോടൊപ്പം സൂര്യ അഷ്ടാക്ഷം മഹായജ്ഞവും ആരംഭിക്കും. സൂര്യനെ അറിയുക, ഉപവസിക്കുക, ഉപയോഗിക്കുക എന്ന സന്ദേശവുമായാണ് യജ്ഞം നടത്തപ്പെടുന്നതെന്ന് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലാമന്തോളിനടുത്തുള്ള ചെമ്മലശ്ശേരി കിള്ളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരാഘോഷം മാർച്ച് 23 ഞായറാഴ്ച സൂര്യ അഷ്ടാക്ഷര മഹായജ്ഞത്തോടെ ആരംഭിക്കും. സൂര്യനെ അറിയുക, ഉപാസിക്കുക, ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി നടത്തപ്പെടുന്ന സൂര്യയജ്ഞത്തിൻ്റെ വള്ളുവനാട്ടിലെ ആദ്യ വേദിയാകുകയാണ് കിള്ളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രം. രാവിലെ 7:30 സൂര്യ അഷ്ടോത്തര അർച്ചനയോടെ യജ്ഞം ആരംഭിക്കും. തുടർന്ന് സൂര്യഗായത്രി ജപം, നവഗ്രഹ പൂജ, ധ്യാനം, കീർത്തനം, പ്രഭാഷണം, സൗരയന്ത്രപൂജ എന്നിവയ്ക്ക് ശേഷം പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് സൂര്യ അഷ്ടാക്ഷര മന്ത്രോപദേശം നൽകും. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാന ഊർജ സ്രോതസ്സായ സൂര്യൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ആരാധന നടത്തുവാനും സോളാർ എനർജിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന യജ്ഞത്തിൻ്റെ മുഖ്യാചാര്യൻ കണ്ണൂർ ആലച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. യജ്ഞത്തിൻ്റെ ഭാഗമായി 25ഓളം കേന്ദ്രങ്ങളിൽ ഇതിനകം കുടുംബയോഗവും ലഹരി വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു കഴിഞ്ഞതായും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 23-ാം തീയതി മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ പഞ്ചായത്തിൽ ചെമ്മലശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ
ഒരു വലിയ യജ്ഞം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൂര്യ അഷ്ടാക്ഷര മന്ത്രയജ്ഞം. അത് അപൂർവമായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളൂ. അപൂർവം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഈ ഒരു യജ്ഞം നടത്തിയിട്ടുള്ളൂ. കണ്ണൂരാട്ടിൽ ആദ്യമായിട്ട് ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ MK കരുണാകരൻ, രാജഗോപാലൻ, P ഗോപിനാഥൻ, M വേണുഗോപാലൻ, അനിൽ ശ്രീമാധവം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. പതിരിപ്പാല മൗണ്ട് സീന മോണ്ടിസോറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു. കേളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മക്കളെ വളർത്തിയെടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇടപെടൽ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്നത്. 5ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഈ പല പരിപാടികളും പാരൻസ് വരാറുണ്ട്. എന്നാൽ 5ാം ക്ലാസ്സിന് മുകളിലേക്ക് ഒരു +2 വരെയുള്ള കുട്ടികളുടെ ഒരു മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളും വെച്ചാൽ സ്വാഭാവികമായും അവിടെ പാരൻസിന്റെ ഫോൺ ഉണ്ടാവാറുണ്ട്. കാരണം 5ന് മുകളിലേക്ക് കുട്ടികൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ടീച്ചർമാരെ കണ്ടുവരും. അപ്പോൾ ഇത് ഫേസ് ചെയ്യാൻ കഴിയാറുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ള ബോധമുള്ളതായിരിക്കും. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ് അധ്യക്ഷത വഹിച്ചു. ഫെബിൻ റഹ്മാനുള്ള ഉപകാരം മൗണ്ട് സീന മാനേജർ K അബ്ദുൾ സലാം കൈമാറി. മാനേജിംഗ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ, ബൾക്കീസ് NK, ഉമ്മു സൽമ TP എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ KS വിൻസെന്റ് സ്വാഗതവും രജനി ആർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കായി ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഹൻലാൽ ആരാധകന്റെ വഴിപാട്. ലാൽ ആരാധകനും ഗുരുവായൂരിലെ സാംസ്കാരിക പ്രവർത്തനവുമായ OV രാജേഷാണ് മമ്മൂട്ടിക്കായി പൂജകൾ നടത്തിയത്. മൃത്യുഞ്ജയ ഹോമം, കൂവളമാല, ധാര, മഹാശ്രീരുദ്ധം, പിൻവിളക്ക്, മുൻവിളക്ക് എന്നിവയായിരുന്നു വഴിപാടുകൾ. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് വഴിപാടുകൾ ഷീട്ടാക്കിയത്. 2 ദിവസം മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാടുകൾ നടത്തിയിരുന്നു. മാറ്റലി. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെയും പിന്തുണയാണ് കലാലയ അക്രമങ്ങൾക്ക് പ്രധാന കാരണമെന്ന് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ MP മത്തായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണുക. ഈ കലാലയ രാഷ്ട്രീയമാണ് അക്രമത്തിൻ്റെ എല്ലാം മൂലഹേതു എന്നുള്ള കാര്യത്തോട് പൂർണ്ണമായി യോജിക്കാനാകുന്നില്ല. കാരണം രാഷ്ട്രീയവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ഒരു പ്രശ്നമാണ് എനിക്കതിൽ പ്രധാനമായി തോന്നുന്നത്. കാരണം രാഷ്ട്രീയമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായും അരാജകമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾക്ക് കലാലയത്തിലെ കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകളെയും വിദ്യാഭ്യാസ കാര്യങ്ങളെയും വാർത്തെടുക്കുന്നതിൽ മുഖ്യമായ പങ്കുണ്ട്. പക്ഷെ അവർ ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യപ്പെടുമ്പോൾ അത് കൃത്യമായി ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും. അതുപോലെ തന്നെ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് അക്രമകാരികളായ കുട്ടികളെ ഒപ്പം നിർത്തുമ്പോൾ അവരാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘങ്ങളുടെ പിൻബലം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഈ അരാഷ്ട്രീയവാദത്തിന് ഒരു പ്രധാന ഭാഗമാണ്. അരാഷ്ട്രീയവാദം ഒരിക്കലും അംഗീകരിച്ച് പോകാൻ കഴിയുന്നില്ല എന്നതിനൊപ്പം തന്നെയാണ് അതുപോലെ തന്നെ തുന്നിച്ചേർക്കേണ്ട പ്രസക്തമായൊരു ഭാഗമാണ് രാഷ്ട്രീയം പാർട്ടികൾക്ക് ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്തം. അവരുടെ ഉത്തരവാദിത്തം അവർ കൃത്യമായി നിർവഹിക്കാതെ തങ്ങളുടെ വിദ്യാർത്ഥികളെ തങ്ങളുടെ കായികമായി നേരിടുന്നതിനും അതുപോലെ തന്നെ എതിർ വിദ്യാർത്ഥികളുടെ മൗലികമായ അവകാശങ്ങളെയും അവരുടെ പോരാട്ടങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു നയം പ്രത്യേകിച്ച് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ വസ്തുതാപരമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി CPI നേതാവ് K ഇസ്മായിൽ. പാർട്ടി നടപടി നേരിട്ടാലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ആവർത്തിച്ച് K ഇസ്മായിൽ. പാർട്ടി നടപടി അംഗീകരിക്കുന്നു. 70 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന താൻ CPI കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും K ഇസ്മായിൽ. CIT ചൂണ്ടിത്തൊഴിലാളികളുടെ ഭീഷണി ആരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾ കടകളടച്ച് ധർണ നടത്തി. യന്ത്രമുപയോഗിച്ചുള്ള കയറ്റിറക്കിനെതിരെ ഒരു സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിൽ തൊഴിലാളികൾ നടത്തുന്ന പന്തൽ കെട്ടി സമരം നിർഭാഗ്യകരമെന്ന് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ്
ബാബു കോട്ടയിൽ. കാപ്പ പ്രകാരമുള്ള വിലക്ക് ലംഘിച്ചതിന് 2 പേർ കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മുണ്ടൂർ സ്വദേശികളായ കാർത്തിക്, പ്രതീഷ് എന്നിവർ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കേച്ചേരി ചിറനെല്ലൂർ സ്വദേശി യൂസഫ് അലി, മാടക്കത്തറ സ്വദേശി ഷമീർ സോനു എന്നിവർ. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 21 ചാക്ക് ഓലപ്പടക്കം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പടക്കം പിടിച്ചെടുത്ത് കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ വീട്ടുപറമ്പിലെ പുരയിടത്തിൽ നിന്ന്. പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഉൾപ്പെട്ട 21 ഗ്രാമീണ റോഡുകൾക്ക്. മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ടെൻഡർ നടപടി ഇതിനകം പൂർത്തിയായെന്നും മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതി ഉടൻ പൂർത്തീകരിക്കുമെന്നും മുഹമ്മദ് ഹുസൈൻ MLA. എലപ്പള്ളി ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ. സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ 100 മണിക്കൂർ ഉപവാസം നടത്താനും തീരുമാനം. ചിറ്റൂർ റേഞ്ചിലുള്ള കള്ളുഷാപ്പുകളിലെ ലാബ് പരിശോധനാ ഫലത്തിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ. പരിശോധനാ ഫലത്തിൽ കപ്പ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ദുരൂഹമാണെന്നും അസോസിയേഷൻ. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം. ഡൽഹിയിൽ മാർച്ച് 27 നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം മലയോര പ്രചരണ ജാഥ. തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. പാലക്കാട്ട് DMOയെ ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഉപരോധ സമരം ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടറെ അടിയന്തരമായി നിയമിക്കുമെന്ന ഉറപ്പ് ലംഘിച്ചതിനെ തുടർന്ന് ഡോക്ടറെ നിയമിക്കാൻ സൂപ്രണ്ടിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നതായും നടപ്പിലാക്കാത്തതിൽ വിശദീകരണം ചോദിക്കുമെന്നും DMO ഡോക്ടർ KR വിദ്യ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.